പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. എസെക്കിയേലിൻ്റെ പ്രവചനം 37-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ജീവനുണ്ടാകുന്നത്. ജീവനുണ്ടാവുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും. നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കുടുംബ പശ്ചാത്തലമാകാം, സാമൂഹ്യ പശ്ചാത്തലമാകാം, കൂട്ടായ്മ പശ്ചാത്തലമാകാം, ഇടവകാതലമാകാം. അങ്ങനെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ നിന്നെല്ലാം ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ട അവസ്ഥ വന്നാലും, മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാലും നമുക്ക് സമാധാനം നഷ്ടപ്പെടേണ്ട ഒരു കാര്യവുമില്ല. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചാൽ നമുക്ക് സമാധാനം കിട്ടി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഉള്ള സമാധാനം കൂടി പോയി. ദുഷ്ടൻ്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അസമാധാനം കയറും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാകും. ദുഷ്ടൻ ഇരുട്ട്, ആ ഇരുട്ടായിരിക്കുന്ന ദുഷ്ടനിലേക്ക് ദൈവം തന്നെ ആകുന്ന ആത്മാവിൻ്റെ വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുട്ട് അവിടുന്ന് മാറിപ്പോകും. ഇവിടെ പ്രവാചകനിലൂടെ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയൊരു കാര്യമായിരുന്നു എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കുമെന്നത്. പ്രിയ സഭാമകളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിവേശിപ്പിച്ചിട്ടുണ്ടോ? ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? ചിന്തിക്കാറുണ്ടോ? അതെങ്ങനെ ചിന്തിക്കാനാ? അതേപ്പറ്റി ചിന്തിക്കാനുള്ള സമയമുണ്ടോ? മാമോദിസ എന്ന കുദാശയിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവ്, അതോടൊപ്പം തന്നെ സ്ഥൈര്യലേപനം എന്ന കുദാശയിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവ്, വിശുദ്ധ കുർബാനയിലൂടെ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തെ തന്നെ അത് ലഭിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ആ വ്യക്തി ഒന്നാമതായിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ ഞാൻ സ്വീകരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവെന്നും ആ പരിശുദ്ധാത്മാവ് എനിക്ക് സമാധാനം തരുമെന്നും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കാണ് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സമാധാനം പുറത്തേക്ക് ഒഴുകുകയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ദേശത്ത് വസിപ്പിക്കും. കർത്താവായ ഞാനാണിത് പറയുന്നത്. കർത്താവായ ഞാനാണിത് പറയുന്നത്, ഇതിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തുടർന്നും പ്രവാചകനിലൂടെ അവിടെ നിന്ന് പറയുന്നുണ്ട്, 26-ാമത്തെ തിരുവചനത്തിൽ, സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. അത് നിത്യമായ ഉടമ്പടിയായിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ മധ്യേ എൻ്റെ ആലയം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും. സമാധാനം നഷ്ടപ്പെട്ട ഓരോ വ്യക്തിയും അനുദിനം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിൽ നിവേശിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന്. ആ പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ് നമ്മുടെ ശരീരം. നമ്മുടെ മധ്യേ, നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഹൃദയത്തിലും ആത്മാവിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ഫലമാകുന്ന സമാധാനമാണ് ഇനി നമ്മളിൽ നിന്നും പുറത്തേക്ക് വരേണ്ടത്. ആ പുറത്തേക്ക് വരണമെങ്കിൽ എന്നിലുള്ള അശുദ്ധി മാറ്റപ്പെടണം. അതുകൊണ്ടാണ് സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. ആ ഉടമ്പടി നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഓരോ കൂദാശ സ്വീകരണത്തിലൂടെയും
ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വാസമർപ്പിക്കുന്ന ആ ഉടമ്പടി അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പാപം ചെയ്ത മനുഷ്യരിൽ നിന്നും ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോകും. കുമ്പസാരം എന്ന കുദാശയുടെ നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം ആ വ്യക്തിയിൽ വന്ന് നിവേശിക്കും. ഈ ഭൂമിയിൽ ജന്മപാപത്തിൽ ജനിച്ച നമ്മളെ മാമോദിസ എന്ന കുദാശയുടെ കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ ആത്മാവിനെ നമ്മളിലേക്ക് നിവേശിപ്പിച്ചുകൊണ്ട് ജന്മപാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവില്ലാതെ ആത്മാവിന് ദൈവാത്മാവ് നഷ്ടപ്പെട്ട് ജനിച്ച നമുക്ക് ആ ദൈവത്തിൻ്റെ തേജസ് തന്നെയാകുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് സ്ഥൈര്യലമനം എന്ന കുദാശയിലൂടെ നിവേശിപ്പിച്ചുകൊണ്ട് ആ കുദാശ പരികർമ്മം ചെയ്യുന്ന നിമിഷം തന്നെ ആത്മാവിൻ്റെ ചൈതന്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇത് പലപ്പോഴും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇത് കർത്താവ് നമ്മളോട് പറഞ്ഞേക്കുന്നൊരു ഒരു വലിയൊരു വാഗ്ദാനവും കൂടിയാണ്. സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും. അതെങ്ങനെയായിരിക്കും? നിത്യമായ ഉടമ്പടിയായിരിക്കും. ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ 6 മാസത്തേക്കോ 4 കൊല്ലത്തേക്കോ നിത്യമായ ഉടമ്പടിയായിരിക്കും. അവരെ ഞാൻ അനുഗ്രഹിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന്? ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നും ആ ദൈവത്തിൻ്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവാണെന്നും ആ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് നൽകിക്കൊണ്ട് എന്നെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ജീവിത അവസ്ഥകളിലൂടെയും സമാധാനം നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുവാൻ തുടങ്ങും. ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോഴെല്ലാം ആ സമാധാനം നമ്മളിൽ നിന്നും അവിടുന്ന് ഒഴുക്കുവാൻ തുടങ്ങും. ഇതാണ് ഇവിടെ വചനം പറഞ്ഞത്. എന്നിട്ട് അവരെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അവരുടെ ആത്മീയമായ ജീവിതമെന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കും. കുറേ ഭൗതിക നേട്ടമല്ല ഇവിടെ പറയുന്നത്. അവരുടെ ആത്മീയമായ ജീവിതമെന്നും വർദ്ധിച്ചു കൊണ്ടിരിക്കും. അതൊരിക്കലും ശുഷ്കമായി പോവുകയില്ല. കാരണം ആത്മീയ ജീവിതം വർദ്ധിക്കുമ്പോഴാണ് സമാധാനം ആ വ്യക്തിയിലും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട വ്യക്തിയിലേക്കും ലഭിക്കുന്നത്. നമുക്കൊരു നിമിഷം കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് പറഞ്ഞുവല്ലോ, എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കുമെന്ന്, നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് സമാധാനം നൽകി അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുവാനും ആ വിശ്വാസം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രഘോഷിക്കുവാനും ആ സമാധാനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ഒരു ഉപകരണമാക്കി മാറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.